സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കര ആചാര്യ ജയന്തി, പലയിടത്തും ശ്രീശങ്കര ജയന്തി എന്നൊക്കെ കാണുന്നുണ്ട്. അവൻ്റെയൊക്കെ മടിയിലിട്ടാണ് ആചാര്യന് പേരിട്ടാണ്. അതൊരു ബഹുമാനക്കുറവാണ്. ശങ്കര ജയന്തി, ആചാര്യ ശ്രീശങ്കരാചാര്യർ എന്ന് നമുക്ക് പറയാൻ ഒരു മടിയില്ല. മഹാദേവൻ്റെ അവതാരമായ ശ്രീശങ്കരാചാര്യ സ്വാമികളുടെ കാലടി പതിഞ്ഞതായ കാലടി ദേശം, അവർ തനിക്ക് സന്യസിക്കണം എന്നുള്ള സങ്കല്പത്തിൽ അമ്മയോട് പറഞ്ഞപ്പോൾ അവിടെ പ്രാരാബ്ധ കർമ്മങ്ങളാവുന്ന മുതലയെ സങ്കല്പിച്ചുകൊണ്ടൊരു മുതലക്കടവ്, പ്രാരാബ്ധമാകുന്ന മുതല പിടി, ആ പിടിയിൽ നിന്ന് വിടണം. എന്നിൽ നിന്ന് മാത്രമേ സാമൂഹികമായ അല്ലെങ്കിൽ ശാരീരികമായ അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും വിടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സംസാരസാഗരമാകുന്ന കടലിൽ കടന്നുള്ളതായ ഒന്നിൽ നിന്നും ബന്ധം വിടണമെങ്കിൽ മുതല കടി വിടണം. 1000 ആണ്ട് ഗജേന്ദ്രമോക്ഷത്തിൽ പറയുന്നുണ്ട്, 1000 ആണ്ടുടന്നു അന്നേരം പൂണ്ടുവന്നാൽ മുരരിവ് ഗരുഡാരൂരായ ധ്യാനശക്തിയ നക്രം ചക്രേണ കൊന്നാൽ എന്ന് പറയുന്നുണ്ട്. അവിടെയും ആ സങ്കല്പം തന്നെയാണ്. ഗജേന്ദ്രൻ മോക്ഷം കളിക്കുമ്പോൾ മുതല പിടിച്ചു എന്നർത്ഥം. അങ്ങനെ സംസാരമാകുന്നതായ ഒരു കടലിൽ അല്ലെങ്കിൽ ഒരു കാലടി പുഴയിൽ, പെരിയാറിൽ, ചൂർണിയാറ് എന്നാണ് പണ്ട് പെരിയാറിൻ്റെ പേര്, പിന്നീടാണ് പെരിയാറിന് ആക്കി ചൂർണിയാറ്. ആ ചൂർണിയാറിൻ്റെ ഒരു സങ്കല്പത്തെ കൊണ്ട് അമ്മയോട് പറഞ്ഞ് അദ്ദേഹം സന്യസിച്ചെങ്കിൽ അവിടെ ആവണംകുടി സരസ്വതി ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും നടന്നുപോയി തൊഴുന്ന അദ്ദേഹം അവിടെ എഴുത്തിനിരുത്തപ്പെട്ടത് ശങ്കരാചാര്യ സ്വാമികളെ എഴുത്തിരുത്തൽ ആവങ്കോട് സരസ്വതി ക്ഷേത്രത്തിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് ധ്യാനിച്ചപ്പോൾ ധ്യാനപ്രകാരമുള്ളതായ പ്രത്യക്ഷപ്പെട്ടതായ ദേവി പാർവതി ദേവിയായിട്ട് തൻ്റെ ബോധത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അവിടെ സൗന്ദര്യലഹരി എഴുതപ്പെട്ടു, ശിവാനന്ദലഹരി എഴുതപ്പെട്ടു, നിർവാണ അഷ്ടകം എഴുതപ്പെട്ടു. അപ്പോൾ അങ്ങനെ എഴുതപ്പെട്ടതായ ഒന്ന് അത് വായുമൊഴികളിലൂടെ പലതിലേക്കും എത്തുമ്പോൾ നമുക്കറിയാം കാലടി ദേശം. അപ്പോൾ നമ്മൾ പഠിച്ചതായ യൂണിവേഴ്സിറ്റി അടക്കം ശങ്കരാചാര്യ സ്വാമികളുടെ പേരിലാണ്. അതുപോലെ ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതായ ഐരാവരം കോളേജ് SSV ശങ്കരൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ആദിശങ്കരൻ്റെ പേരിൽ തന്നെയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ആദിശങ്കരൻ്റെ പേരിൽ തന്നെയാണ്. ആദിശങ്കരൻ്റെ പേരിൽ നിന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആദിശങ്കരാചാര്യ സ്വാമികൾ എന്ന് പല ഭാഷകളിൽ നമുക്ക് കേൾക്കാം. ആദിശങ്കരൻ എന്ന് പറയാറുണ്ട്. അത് എത്ര കണ്ട് ബഹുമാനമുണ്ടെന്ന് എനിക്കറിയില്ല. ആദിശങ്കരൻ എന്നൊക്കെ പലയിടത്തും പലരും പറയാം. ആദിശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിശങ്കരനായാലും മഹാദേവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദിശങ്കരാചാര്യ സ്വാമികൾ എന്ന് പറയാൻ എന്തിനാ മടിക്കണേ? അങ്ങനെയുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ആദ്യം നമ്മളൊക്കെ എല്ലാം കൂടെ ആലോചിച്ച് ശങ്കരാചാര്യ സ്വാമിയെ പേരിടണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് തർക്ക വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ജാതിമതവർഗ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ മഹാദേവൻ തന്നെ തൻ്റെ അവതാരമായ സംശയമൊന്നുമില്ല, മഹാദേവൻ്റെ അവതാരം തന്നെയാണ്. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ഒരു തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ എന്തു പറഞ്ഞു പറയാമോ? കയറരുത്, ഭസ്മമൊക്കെ തൊട്ടിട്ടുണ്ട്, ഇത് വിഷ്ണു ആണ്, വിഷ്ണു ക്ഷേത്രമാണ് കയറരുത്. അദ്ദേഹം ഒട്ടും മടിച്ചില്ല. അവിടെ ശിവാഭ്യം ചൂടാലങ്കൃശകലാഭ്യം നിജത്തപഫലാഭ്യം ഭക്തേഷു പ്രകടിതഫലാഭ്യം പതുമേ ശിവാഭ്യം അസ്തോക തിർഭുവന ശിവാഭ്യം ഖർദിപുനം ഭവാഭ്യം ആനന്ദസ്ഫുരധനുവാഭ്യം നദരീയം എന്നുള്ളതായ ശിവാനന്ദലഹരിയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലി നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ മഹാവിഷ്ണു മഹാദേവനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന തമിഴ് ബ്രാഹ്മണർ മുഴുവൻ ശങ്കരാചാര്യ സ്വാമികളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ശൈവ വൈഷ്ണവ തർക്കങ്ങൾ മുഴുവനും തീർന്നു. എന്നാൽ ചോദിക്കും, സുഞ്ചി എന്തുകൊണ്ടാണ് ഇന്ന് ഭസ്മം തൊട്ടിട്ട് ഇത് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് രാവിലത്തെ സെക്ഷൻ ഭസ്മം തൊട്ടിട്ട് നേദ്യം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഭസ്മരേകാഗ്രതലസൽ മസ്തകായി നമോനമായി എന്നുള്ളതായ പാർവതീദേവിയൊക്കെ സ്തുതിച്ചുകൊണ്ട് അവിടെ ശങ്കരാചാര്യ സ്വാമികൾ പിന്നീട് തൻ്റെ അമ്മയുടെ മരണാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് സർവജ്ഞപീഠം കയറുന്നതിന് മുമ്പ് ഒരു സംശയം ഉണ്ടായി. സന്യാസിയായ ഒരാൾക്ക് എങ്ങനെ ലൗകികമായ ജീവിതം അല്ലെങ്കിൽ കാമശാസ്ത്രം അടക്കമുള്ളതായ ഒരു ജീവിതത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഇണകൾ തമ്മിലുള്ളതായ ഒരു രംഗത്തെപ്പറ്റി അറിയാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ശരീരം വേറൊരാളായിട്ട് പ്രവേശിച്ചുകൊണ്ട് ഒരു രാജാവിൽ പ്രവേശിച്ചുകൊണ്ട് രാജാവും രാജ്ഞിയുമായിട്ട് എന്താണ് ലൗകികമായ ജീവിതം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം അത് പിന്നീട് അതിനെ മനസ്സിലാക്കി ശേഷം
അപ്പോൾ ശങ്കരാചാര്യ സ്വാമികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാമശാസ്ത്രാദികളൊക്കെ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ഒട്ടിച്ചില്ല, വെയിറ്റ് ചെയ്യൂ, വേറൊരു ശരീരത്തിൽ പ്രവേശിച്ച് ഒരു രാജാവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് അതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സർവജ്ഞപീഠം കയറിയുന്നത്. അദ്ദേഹം അതിന് വേണ്ടിയിട്ടല്ല സർവജ്ഞപീഠം കയറുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അറിവിൻ്റെ നെറുകുടമായ ഒരു കാലടി ദേശത്തെ അറിവിൻ്റെ നിറമുറമായിരുന്നതായ ശങ്കരാചാര്യ സ്വാമികളെ നമ്മൾ എത്ര കണ്ട് ഉൾക്കൊണ്ടു, എത്ര കണ്ട് വായിക്കപ്പെടുന്നു എന്നറിയില്ല. അപ്പം വായിക്കപ്പെടേണ്ടത് തന്നെയാണ് ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെല്ലാം. പിന്നെ അഷ്ടാവക്ര ഗീത നമുക്കറിയാം, അതിഗഹനമായ ഒന്നാണ്. കൂട്ടുകാരനായ വള്ളമണി ഭവദാസ് ഡോക്ടറേറ്റ് എടുത്തതായ വിഷയമാണ് അഷ്ടാവക്ര ഗീത. പിന്നെ അദ്വൈത വിശിഷ്ട അദ്വൈതങ്ങളിലൂടെ പോകുമ്പോൾ സംശയമൊന്നുമില്ല, ഭഗവാൻ അവിടെ ജ്ഞാനസ്വരൂപമായിരിക്കുന്നതായ ഒന്നിലേക്ക് തന്നെ ജ്ഞാനിയായി, ജ്ഞാനസ്വരൂപമായി, ബോധസ്വരൂപമായ ശങ്കരാചാര്യ സ്വാമികൾക്ക് എന്ത് ഉണ്ടായില്ല എന്നർത്ഥം? ഒരു തൃപ്തി ഉണ്ടായില്ല. ഒരു സഗുണ ഉപാസനയിലേക്ക് വന്നപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഒരു സന്തോഷവും പരിപൂർണമായ ആനന്ദവും തേജസ്സും ഒക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒന്ന് എന്നുള്ളതിനെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന് എന്തോ ഒരു തൃപ്തിക്കുറവൊന്നു. അത് പിന്നീടാണിതാ ധാരാളം നമുക്കറിയാം മനസ്സമാധാനത്തിന് ഏറ്റവും ഉപകാരപ്രദമാണ് വിഷ്ണു ഭുജംഗപ്രയാതം ഫലത്യസ്തു ഭക്ത്യാ സമാധായ ചിത്തേ ഭവന്തം മുരാരെ സമോഹമിഹായ ആശു യുഷ്മൽ പ്രസാദാൽ സമാശ്രിത്യ യോഗം വ്രജത്യച്യുതം തം എന്ന് സമാപിക്കുന്നതായ ഒന്ന്. അവിടെ ഭഗവാന്റെ ഓരോ നരസിംഹമൂർത്തിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ സഗുണ രീതിയിൽ തന്നെ ഉള്ളതായ ഒന്നിലേക്ക് എത്തുമ്പോൾ ജപിച്ചോളൂ, ധാരാളം ജപിക്കുക. അങ്ങനെ ജപിച്ച് ജപിക്കുമ്പോൾ ഏറ്റവും മനസ്സമാധാനത്തിന് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. സമോഹം വിഹായ അശു യുഷ്മൽ പ്രസാദാൽ സമാശ്രിത്യ യോഗം വ്രജതി അച്യുതന്താന്ന് സമാപിക്കുന്നതായ വിഷ്ണുസ്തുതി. അങ്ങനെ ആചാര്യന്മാർ മുഴുവനും നമുക്ക് അടുത്തറിയാം. നാം വളരെ വർഷങ്ങളോളം വായനയ്ക്ക് വരുന്നതായ പിള്ളച്ചേട്ടൻ സന്യസിച്ചു. അദ്ദേഹം ശരീരം വെടിയാനും വേണ്ടിയിട്ട് സന്യാസം സ്വീകരിച്ചു എന്നുള്ള സംശയത്തെ രീതിയിൽ സന്യാസി വര്യനായിക്കൊണ്ട് ദേഹം പിടിച്ചപ്പോൾ ഞാനും വെൺമണി ഭവദാസ് അടക്കമുള്ളവരൊക്കെ കേരളത്തിലുള്ളതായ ഏത് സാമൂഹ്യ പ്രവർത്തകർക്കും ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ശരീരം വീണുപോയി കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും അവയവങ്ങൾ ലോകത്തിന് ഉപകാരപ്രദമാകുമ്പോൾ അത് ചൂഴ്ന്നെടുക്കുക ഒന്ന്. ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ പരിക്രമ എന്ന് പറയും. എല്ലാം വെടിഞ്ഞുകൊണ്ട് കൈലാസത്തിലേക്ക് നടക്കാനാണ് ഞങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമുക്ക് പ്രാഥമിക കർമ്മങ്ങളടക്കം ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പോവുക. കാരണം ആരെയും ചുറ്റിക്കരുത്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായ സോഷ്യൽ മീഡിയകൾ ഭാര്യയ്ക്ക് കുട്ടികൾക്കൊക്കെ കാണണം. ഇതൊന്ന് ദഹിപ്പിച്ചിട്ട് കത്തിച്ചിട്ട് വേണം അടുത്ത എന്ത് കാണാൻ, ഫേസ്ബുക്ക് കാണാൻ, അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റാഗ്രാമുകൾ കാണാനൊക്കെ. ആരും കുറ്റം പറയുന്നതല്ല, ലോകം അങ്ങനെ ആയിക്കഴിഞ്ഞു, അഡിക്റ്റാണ്. അപ്പോൾ ഈ ശരീരം ദഹിപ്പിച്ചിട്ട് വേണം അടുത്ത മായാ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും, ഭാര്യയ്ക്കും മക്കൾക്കും അടക്കം പോകാൻ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദഹിപ്പിക്കാൻ ആണ് ശ്രമിക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ ഇനി അതും അല്ലെങ്കിൽ അങ്ങനെ നടക്കുക. അപ്പോൾ ശരീരം വീണ് കഴിയുമ്പോൾ എന്ത് പ്രയോജനപ്പെടും എന്നറിയാമോ? അവിടെയുള്ളതായ ഏതെങ്കിലും കാട്ടുജീവികൾക്ക് നമ്മുടെ ശരീരം കൊണ്ട് പ്രയോജനപ്പെടും. കഴുകന്മാർക്കോ കാട്ടുകാർക്കോ പുലിക്കോ സിംഹത്തിനോ ഒക്കെ നമ്മുടെ ശരീരം പ്രയോജനപ്പെടുത്തുമ്പോൾ ആ കുടുംബത്തിന് എന്തോ നമ്മുടെ ശരീരം കൊണ്ട് ഊർജ്ജമായി. ഇനി അഗ്നിയിൽ തന്നെ വേണമെന്നില്ല, ഗംഗയിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആത്മാവിട്ടതായ ശരീരത്തിന് ലോകത്തിന് പ്രയോജനം ഉണ്ടാവണം എന്നർത്ഥം. ശരീരം കൊണ്ട് പോലും ലോകത്തിന് പ്രയോജനം ഉണ്ടാവണം. അപ്പോൾ സുഞ്ചി മാങ്കുളം അളിഞ്ഞാലും ഉറുമ്പളിഞ്ഞാലും ഏത് ജീവജാലം അളിഞ്ഞാലും 3.5 മണിക്കൂറിനകം അളിയും. അത് സംശയമൊന്നുമില്ല. അത് എത്ര സുന്ദരനായാലും സുന്ദരി ആയാലും അല്ലെങ്കിലും ഇനി അസുഖങ്ങൾ കൂടുതലാണെങ്കിൽ 2.5 മണിക്കൂറിനകം അളിഞ്ഞ് ചീഞ്ഞ് പോകും. അപ്പോൾ അങ്ങനെ അളിഞ്ഞ് ചീഞ്ഞതായിട്ട് പുഴുക്കൾക്കോ ആർക്കെങ്കിലും നമ്മുടെ ശരീരം കൂടെ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിവിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ജാതി മത വർഗ രാഷ്ട്രീയങ്ങളില്ലാതെ തന്നെ സന്യാസിക്ക് പൂണൂലുണ്ടോ? ബ്രാഹ്മണൻ്റെ മാത്രം സ്വത്തൊന്നുമല്ല ശങ്കരാചാര്യസ്വാമികൾ. ശങ്കരാചാര്യസ്വാമികൾ പൊതുസ്വത്താണ്.
ആചാര്യസ്വാമികൾ സന്യാസം സ്വീകരിക്കുമ്പോൾ ചരട് വരെ ഉപേക്ഷിച്ച് അവനവരുടെ ശരീരം വരെ ഉപേക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പൂണൂലൂലൂലി അപ്പോൾ ബ്രാഹ്മണൻ്റെ സ്വന്തം സ്വത്താണോ? അല്ല, ലോകത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണ് ശങ്കരാചാര്യസ്വാമികളെ. എല്ലാ അർത്ഥത്തിലും തിരിച്ചു വരച്ചുകൊണ്ട് ശങ്കര ജയന്തി ആഘോഷങ്ങൾ സാത്വികമായ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് മഹാദേവൻ്റെയും ശങ്കരാചാര്യസ്വാമികൾ എഴുതിയ കൃതികളെയും സ്തുതിച്ചുകൊണ്ട് പാടിക്കൊണ്ട് സമർപ്പിക്കുമ്പോൾ പ്രദീപജ്വാലാഭി, അങ്ങനെ പ്രദീപജ്വാല എങ്ങനെയാണോ കർപ്പൂരം എരിഞ്ഞ് അടങ്ങുന്ന പോലെ നമ്മുടെ മനസ്സടങ്ങി ബുദ്ധി ഉണർന്നുകൊണ്ട്, നമുക്കറിയാം സൗന്ദര്യലീല ശ്ലോകത്തിൻ്റെ അവസാനത്തെ ശ്ലോകമായ പ്രദീപജ്വാലാഭി എന്നുള്ള ആ ശ്ലോക ശകലം പോലെ തന്നെ എരിഞ്ഞടങ്ങിത്തീരട്ടെ ശരീരം, ആത്മാവ് ഭഗവാനിൽ ലയിക്കട്ടെ, ഇനിയൊരു ജന്മം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക എല്ലാവരും.